പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയില്ലേ വണ്ടി അവിടെ പാർക്ക് ചെയ്താൽ അഥവാ മാനെ കിട്ടുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാന്നുള്ള ലെവലിൽ ഞാൻ മാഷം കൂടിയിട്ട് സ്ഥലം തീരുമാനിച്ചാണ്. ഇങ്ങനൊരു മാനെ കണ്ടു, നമ്മൾ ഷോട്ട് ചെയ്തു. മാന് വീണതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ സീനിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. എന്തിനോ വേണ്ടി ഒരു പോഡ്കാസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡ് ഒരു ഹണ്ടിങ് ട്രിപ്പിൻ്റെ ചെറിയൊരു ഡോക്യുമെൻറ്റേഷനാണ്. ഇവിടുന്ന് സസ്കാച്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാനഡയിൽ നിന്ന് ആൽബർട്ടയിലേക്കാണ് ഹണ്ടിങ് ട്രിപ്പ്. നാളെ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ അതിൻ്റെ എക്വിപ്മെൻറ്റ്സും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. റൈഫിള് ഇതൊരു ബോൾട്ട് ആക്ഷൻ റൈഫിളാണ്. അതിൻ്റെ ഡീർ ഹണ്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു മീഡിയം പവറുള്ള കാർട്രിഡ്ജ് അമ്യുനേഷൻ. ഇതിന് 6.5 ക്രീഡ്മോർ എന്നാണ് പറയുക ഈ കാർട്രിഡ്ജിന്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈഫിളും അതിൻ്റെ അമ്യുനേഷനും. പിന്നെ ഡിയറിൻ്റെ ഹണ്ടിങ്ങിന് പ്രോസസ്സ് ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ്, ടൂൾസ്, ഇത് കുറച്ച് നമ്മുടെ കത്തികൾ, കാര്യങ്ങൾ, ഫ്ലാഷ് ലൈറ്റ്, കുക്കിങ്ങിനുള്ളത്, ക്യാമ്പിംഗ് സ്റ്റഫുകൾ, റോപ്പ്, അത്യാവശ്യമുള്ള ടൂൾസുകൾ, പിന്നെ ഒരു കോമ്പൗണ്ട് ബോ. ഇതൊക്കെയാണ് ബേസിക് എക്വിപ്മെൻറ്റ്സ്. അപ്പോൾ ഹണ്ടിങ് ട്രിപ്പിൻ്റെ തുടക്കമാണ്. ബാക്കിയുള്ള പ്രോഗ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ശരി. ഇത് എൽക്ക് വാട്ടർ എന്ന് പറയുന്ന സ്ഥലമാണ് ആൽബർട്ടയില. ഞങ്ങളിപ്പം ഇവിടെ എത്തി. നൈറ്റ് ഇവിടെയാണ് സ്റ്റേ. ആണ് മെയിൻ ബിൽഡിങ്, എൽക്ക് വാട്ടർ ലേക്ക് ലോഡ്ജ്. ഒരു ഹണ്ടിങ് ട്രിപ്പിനൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഫീല് ഉണ്ടാക്കി തരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ലോഡ്ജാണ്. കാരണം നല്ല ആംബിയൻസ് ഉണ്ട്. ഇവിടെ റൂം നമ്പർ 103 ആണ് നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കണം. ചെറിയൊരു ബാൽക്കണി പോലൊരു സെറ്റപ്പ്. നല്ല കിടു വ്യൂ ആണ് ഇവിടെ. ആണ് നമുക്ക് പറഞ്ഞ ചേട്ടൻ റൂം. എവിടെയായിരുന്നത്? അതെ, കൂഗർ പറഞ്ഞൊരു മൗണ്ടൈൻ ലൈൻ എന്ന് പറയും. അതിൻ്റെ ഒരു കാൽപ്പാടുകളാണ്. ഞങ്ങളൊരു 3-4 മാനിനെ റോഡിൻ്റെ സൈഡിൽ കണ്ടിട്ട് തപ്പി ഇറങ്ങിയതാണ്. പക്ഷെ മാൻ ഓടിപ്പോയി. വേറെ മാർഗമൊന്നുമില്ല. ഹസർ റെഡിയാണ്. മാന കിട്ടിയാൽ മതി. ഞങ്ങൾ നമ്മുടെ സ്പീഷീസ് വൈറ്റ് ടൈലിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു 4-5 ഉണ്ടായിരുന്നു. അവർ ഇതുവഴിയാണ് വന്നത്. അവരുടെ കാൽപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ ഉൾക്കാട് കയറിപ്പോയിണ്ടാവും. ഇവിടുന്ന് ഞങ്ങൾക്ക് പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഡിസ്റ്റൻസും ഇതൊന്നുമില്ല. അപ്പോൾ ഈ ട്രയൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനി ഉപേക്ഷിക്കേണ്ടി വരും. ഞങ്ങൾ താഴത്ത് പോയിട്ട് വീണ്ടും വേറെ വല്ല സൈറ്റിങ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതെ, ഒരു ക്ലിയർ ടാർഗറ്റ് വേണം നമുക്ക്. അപ്പുറത്ത് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് വെടിവെക്കാൻ പാടില്ല. അപ്പോൾ ശരി.
നമ്മളിപ്പോൾ പറഞ്ഞോ ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയില്ലേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്താൽ അഥവാ മാനെ കിട്ടുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാന്നുള്ള ലെവലിൽ ഞാൻ മാസം കൂടിയിട്ട് സ്ഥലം തീരുമാനിച്ചാണ്. ഒരു മാനെ കണ്ടു, നമ്മൾ ഷോട്ട് ചെയ്തു, മാന് വീണതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ സീനിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. താഴത്തേക്ക് നോക്കണടാ, ഇത് എന്താ ഇത് കാട്ടുപോത്തുള്ള സ്ഥലം കേട്ടോ. അത്ര കുറച്ച് ഈ മരത്തിൻ്റെയും അതിൻ്റെ ഇടയിലായിട്ടായിരുന്നു. അല്ല അത് ഇത് ഈ ഏരിയയിലായിട്ടാണ് നിൽക്കണ്ടായിരുന്നത്. ഈ രണ്ട് മരത്തിൻ്റെ ഇടയിൽ നിന്നാണ് അവിടെ നിന്ന് സൈറ്റ് കിട്ടിയത് എനിക്ക്. ഏകദേശം അല്ലെങ്കിൽ ഈ രണ്ട് മരം നോക്കാം. അല്ലല്ല ഇത് വീണ പോലെ തോന്നി. കിട്ടിയാ വൈറ്റലിനാണോ? നമ്മളിതിൽ വലിയ അഭിമാനം കൊള്ളൊന്നുമില്ല, ഒരു ജീവിനെ കൊന്നിട്ട്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊല്ലുന്നത് തെറ്റില്ല. അങ്ങനെ നോക്കിക്കാണാം. ഇതെന്താണെന്നറിയില്ല, എന്നെ ഇത് നോക്കി നിൽക്കും, ഞാൻ അവിടെ നിന്ന് നോക്കി ആ നോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക. ശ്വാസം പറ. തലൊന്ന് അല്ല തലൊന്ന് തിരിച്ച് ജസ്റ്റ് ഞാൻ എന്നിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. ഇതൊന്നും വലിയ പരിചയമില്ല പക്ഷേ അതല്ലേ ഞാൻ പറഞ്ഞ അത്രയല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ കോഴീനെ കൊന്ന് കഴിക്കുന്നു, ബീഫിനെ കൊന്ന് കഴിക്കുന്നു. അതുപോലെ കണ്ടാൽ ബൈ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. അതെ, അല്ല അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ യാദൃച്ഛമായി ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഒരു മാൻ അവിടുന്ന് ഏകദേശം അവിടുന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കണമുണ്ട്. അപ്പോൾ അസർ അവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അസറിനെ ഉടനെ തട്ടി വിളിച്ചു. അസർ ആയുധം റെഡിയാക്കി ഇവിടെ നിന്ന് ഈ സ്പോട്ടിൽ നിന്ന് ഉന്നം വെച്ച് അവൻ്റെ തന്നെ കാറിൻ്റെ ബോണറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഉള്ളിൽ ഇവിടെ നിന്ന് ഉന്നം വെച്ച് ദൂരം കണക്കാക്കി 200 മീറ്റർ ഉണ്ടാവും അസറേ? ഒരു 200 മീറ്റർ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ടെക്നിക്കൽ വശം അദ്ദേഹം ഇതിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നത് 100 മീറ്റർ കഴിയുമ്പോൾ ഈ ബുള്ളറ്റ് കുറച്ചിങ്ങനെ താവും, വിൻഡും ഗ്രാവിറ്റിയും കാരണം. അപ്പോൾ അതെല്ലാം അദ്ദേഹം വളരെ ടെക്നിക്കലായിട്ട് പഠിച്ചുള്ളതുകൊണ്ടും ഒരുപാട് ടാർഗറ്റ് പ്രാക്ടീസ് നടത്തിയതുകൊണ്ടും കറക്റ്റായിട്ട് മാനിൻ്റെ കഴുത്തിൽ വെടികൊണ്ടു. എന്തായാലും
മാൻ അപ്പം തന്നെ വീണു. പിന്നെ സത്യം പറഞ്ഞാൽ ശരിക്കുള്ള പണി ആരംഭിക്കുന്നത് ഈ മാൻ്റെ ബോഡി കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ഞങ്ങളുടെ അത് സ്കിൻ ചെയ്യാനും പിന്നെ അതിനെ ഇൻറ്റസ്റ്റൈൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ആക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് അത് മതി. ഞങ്ങളുടെ 3 കത്തികളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കർമ്മം കഴുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലഡ് കളയാന്നുള്ളതാണ്. അത് അസർ അങ്ങോട്ട് പൂർത്തീകരിച്ചു. പക്ഷേ ഈ ബോഡി കണ്ട ഉടനെ ഇങ്ങോട്ട് കാറിൽ വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമോഷൻസ് ഹൈഡ് ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവ് അവനുള്ളതുകൊണ്ട് ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നത് ഈ കറക്ഷണൽ ഓഫീസർ എന്ന് പറയുന്നത്, അതായത് ഇവിടെ കാനഡയിലെ ജയിൽ പുള്ളികൾ നോക്കുന്ന പ്രശ്നം, നമ്മുടെ നാട്ടിൽ പ്രശ്നർ വാർഡൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ജോലിയാണ്. പക്ഷേ ഈ മാൻ്റെ ജഡം കണ്ട ഉടനെ അവൻ്റെ മുഖം പകച്ച് വിരളി കൊളുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുപോലെയുള്ളൊരു ഇതായിരുന്നു. അതും കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് നമുക്ക് ആരായാലും തോന്നൂല. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ സമയം ഒരു 5:30 ആയില്ലേ. നമ്മൾ അതിനെ ഹണ്ട് ചെയ്തത് ഒരു 3 മണി സമയത്താണ്. ഒരു 3 മണിക്കൂറോളമുള്ള ശ്രമകരമായ ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ വേർപ്പെടുത്തി കഷ്ണമാക്കി അത് തണുക്കാൻ വേണ്ടി വെച്ചു. ഇപ്പോൾ ഇവിടുത്തെ വെതർ ഏകദേശം ഒരു -2 -3 ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മീറ്റിൻ്റെ ചൂട് വിടാൻ വേണ്ടിയിട്ട് സ്കിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഇത് കേടാവില്ലെന്ന് തോന്നണം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ യാത്രയുണ്ട്. സെസ്ക്വേഷൻ എന്ന് പറഞ്ഞ പ്രോവിൻസിൽ റെജീന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സ്ഥലത്ത് താമസിക്കുന്നത്, അവിടം വരെ എത്താൻ. അപ്പോൾ അത് കേടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ കാറിൽ ഹീറ്ററൊന്നും ഓൺ ചെയ്യാണ്ട് ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകാമെന്നാണ് ഒക്കെ വിചാരിക്കുന്നത്. നസർ എന്തേലും? ഇല്ല, ശുഭം ഇത്ര ഉള്ളോ. മീറ്റ് ഒന്ന് കാണിക്കാം. ഇതാണല്ലോ ഇതിനോട് വന്നുള്ളത്. കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് കൊണ്ടുപോകണം. ബുച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട പരിപാടിയൊന്നുമില്ല. ഒക്കെ നമ്മളതിനെ കട്ട് ചെയ്തിട്ട്. ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടാഗ് ഉണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലുമ്മ ടാഗ് ചെയ്യണം, ഹെഡുമ്മ ടാഗ് ചെയ്യണം, പിന്നെ പറഞ്ഞാൽ ഇവിടെ സ്കിന്നിൽ ടാഗ് ചെയ്യണം എന്നൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും എല്ലാം പീസസ് ആക്കിയതുകൊണ്ട് അതതിൻ്റെ ബാഗിൽ ആ ഹണ്ടിങ് ലൈസൻസിൻ്റെ നമ്പറും പിന്നെ അതിലെന്താ എഴുതിയാണ് വർഷവും ഡേറ്റും എഴുതിയിട്ട് നോട്ട് ചെയ്തിട്ട് നമ്മൾ ബാഗിലാക്കണം. നമുക്കൊരു പ്രൊവിൻസ് ക്രോസ് ചെയ്യാണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ സംസ്ഥാനം, അടുത്ത സംസ്ഥാനത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി സൈനിങ് ഓഫ് കമൻറ്റ്സ് എന്തെങ്കിലും ഭാഷണം ഒരു ശുഭം. ഓക്കെ.